എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്ലബ്മോസ് എക്കോസിസ്റ്റത്തിൻ്റെ നേറ്റീവ് കറൻസി ആയിട്ടുള്ള CMX എന്ന കോയിൻ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്ന് കാണിക്കുന്ന വീഡിയോ ആണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ക്രിപ്റ്റോ ബ്ലോക്ക് ചെയിൻ മേഖലയിൽ പ്രവർത്തിച്ചുവെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഏറ്റവും യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റ് ഇതുവരെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. ഒരുപാട് സവിശേഷതകളോടുകൂടിയാണ് ഈ ബ്ലോക്ക് ചെയിൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഒന്ന്, ഓരോ പർച്ചേസിലും ആ പർച്ചേസിന് തുകയുടെ 53% ലിക്വിഡിറ്റി പൂളിലേക്കാണ് അടാവുന്നത്. നമുക്കറിയാം, ഒരു കോയിൻ വിജയിക്കുന്നത്, നിലനിൽക്കുന്നത് അതിൻ്റെ ലിക്വിഡിറ്റിയെയും അതിൻ്റെ യൂട്ടിലിറ്റിയെയും പ്രൊജക്റ്റുകളെയും ആസ്പദമാക്കിയാണ്. ഒരു കോയിൻ വിജയിക്കുന്നതും നിലനിൽക്കുന്നതും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ലിക്വിഡിറ്റിയെയും അതിൻ്റെ യൂട്ടിലിറ്റിയെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവിടെ നാളിതുവരെ 20% കൂടുതൽ ലിക്വിഡിറ്റി ആഡ് ചെയ്ത ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റും മാർക്കറ്റിൽ വന്നിട്ടില്ല. അവിടെയാണ് കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടിയിട്ട് 53% ലിക്വിഡിറ്റി പൂൾ എനേബിൾ ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം, അതോടൊപ്പം 100 പ്രൊജക്റ്റുകളാണ് ഈ ബ്ലോക്ക് ചെയിനിലേക്ക് വരുന്നത്. അത് ഇന്ന് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ മറ്റൊരു ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റിനും കൊണ്ടുവരാൻ സാധിക്കാതിരുന്ന അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള, ഒരുപോലെ എല്ലാ ബ്ലോക്ക് ചെയിനിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള യൂട്ടിലിറ്റി പ്രോഗ്രാമുകളാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ബ്ലോക്ക് ചെയിനിലും നമുക്ക് സ്മാർട്ട് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ടോക്കൺ ക്രിയേറ്റ് ചെയ്യാം. ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ധാരാളം ടെക്നിക്കൽ എഫേർട്ട് അനിവാര്യമാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ കോഡിംഗ് അനിവാര്യമാണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ സഹായത്തോട് മാത്രമേ നമുക്ക് ടോക്കൺ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇവിടെ ടോക്കോ ക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏത് ബ്ലോക്ക് ചെയിനിലും ഒരു പേര് സെലക്ട് ചെയ്ത് കൊടുത്താൽ 2 മിനിറ്റ് കൊണ്ട് ടോക്കൺ ക്രിയേറ്റ് ചെയ്യാവുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ഫീച്ചറാണ്. അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ് വേ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ ഉപയോഗിക്കുന്നത് പോലെ ക്രിപ്റ്റോ വെച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാനും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എല്ലാ പ്രവർത്തികൾക്കും ഒരുപോലെ സഹായമാകുന്ന പേയ്മെൻറ്റ് ഗേറ്റ് വേ വരുന്നു. ലോകത്തിലാദ്യമായി ക്രിപ്റ്റോ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓൺലൈൻ പർച്ചേസിങ് സംവിധാനം വരുന്നു. ലോകത്താദ്യമായി ഒരു ലോട്ടറി പർച്ചേസ് ചെയ്താൽ 520 തവണ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്ന സൂപ്പർ ലോട്ടോ അഥവാ ദുബായ് ജാക്ക്പോട്ടൊക്കെ പോലെയുള്ള 50 കോടി വരെ നമുക്ക് ലോട്ടറി അടിച്ചാൽ കിട്ടുന്ന തരത്തിലുള്ള ലോട്ടറി സിസ്റ്റം, മെറ്റാവേഴ്സ്, ഇങ്ങനെ ഏകദേശം 100ഓളം യൂട്ടിലിറ്റി പ്രോഗ്രാമുകളാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോയിൻ്റെ വില ഒരുപക്ഷെ 1000-10,000 മടങ്ങായിട്ട് വർദ്ധിക്കും. ഇത്രമാത്രം മാർക്കറ്റിൽ റെവല്യൂഷൻ ആകാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്കിഷ്ടമുള്ള ഏത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റും ഇതിനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് പോപ്പുലറായിട്ടുള്ള ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ്, ബിറ്റ്ഗെറ്റ് പോലുള്ള ഏത് വാലറ്റും ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ട്രസ്റ്റ് വാലറ്റിലാണ് പങ്കെടുക്കുന്നത് കാണിക്കാൻ പോകുന്നത്. ഇവിടെ എനിക്ക് $1 തത്തുല്യമായിട്ടുള്ള BNB ആണുള്ളത്. എന്നാൽ മിനിമം പർച്ചേസ് ചെയ്യാൻ നമുക്ക് 0.2 BNB അനിവാര്യമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ കോയിൻ്റെ വിലയെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ടോക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് 0.2 BNB മുതൽ 10 BNBക്ക് അകത്തുള്ള ഒരു തുക മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് വലിയൊരു വെയിൽ വന്ന് ഒറ്റയടിക്ക് ഇത് പർച്ചേസ് ചെയ്ത് വില കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കാത്ത രീതിയിൽ 3250 കോയിൻ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് വില കൂടുകയും വിൽക്കുമ്പോൾ വില കുറയുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 0.2 BNB കൊണ്ടുവരികയാണ്. ഇന്നതിൻ്റെ വില $643 കാണിച്ചിട്ടുണ്ട്. ഞാൻ റിസീവ് എടുത്തു, അഡ്രസ്സ് കോപ്പി ചെയ്തു. തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ലാസ്റ്റ് കാണുന്ന ആ അഡ്രസ്സിൻ്റെ ഡിജിറ്റ് എന്ന് പറയുന്നത് 62DD21 ആണ്. അത് ഞാൻ കോപ്പി ചെയ്തു. മെറ്റാമാസ്കിലാണ് എൻ്റെ ഫണ്ടുള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ആ 0.2 BNB അങ്ങോട്ട് അയക്കാൻ പോവാണ്. BNB ടച്ച് ചെയ്തു.
അടുത്ത പേജിലേക്ക് വരുമ്പോൾ അവിടെ സെൻഡ് എടുക്കുന്നു. സെൻഡ് എടുത്തു. ഞാൻ പോയിൻ്റ് ടു BNB സെലക്ട് ചെയ്തു. കണ്ടിന്യൂ ചെയ്തു. ഇനി അഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യാം. 62DD21. ഓക്കെ, 62DD21. ഏത് വാലറ്റിൽ നിന്ന് ഏത് വാലറ്റിനാണ് അയക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽസ് കാണിച്ചു. തൊട്ട് താഴെ നമുക്ക് നെറ്റ്വർക്ക് ഫീസ് ആ പെന്ന് പോലുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് അതൊന്ന് കുറയ്ക്കാം. ഇവിടെ മീഡിയം മാർക്കറ്റ് റേറ്റ് ആണ് കാണിക്കുന്നത്. ഞാനത് ലോയിലിട്ടു. അപ്പോൾ 1 സെക്കൻഡ് കൂടുതൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൺഫേം കൊടുത്തു. പെൻഡിങ് ആണ് പ്രോസസ്സ്. ഓക്കെ, കൺഫേം ആയി. ട്രസ്റ്റ് വാലറ്റ് നോക്കാം. ഓക്കെ, എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആരാണോ അഡ്രസ്സ് അയച്ചു തന്നത് നമ്മൾ ഇതിലേക്ക് റെഫർ ചെയ്യാനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു റെഫർ ലിങ്ക് അയച്ചതുണ്ടാവും. അത് വാട്സപ്പിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് വാട്സപ്പിൽ ആരാണോ ഇതുപോലെ അയച്ചു തന്ന റെഫർ ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി അവിടെയും ആ വാലറ്റ് അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് 4ECA183 ആണ്. ട്രസ്റ്റ് വാലറ്റിലേക്ക് ഞാൻ തിരിച്ചു വന്നു. ഇവിടെ ഏറ്റവും താഴെ ഹോം പേജിലാണ് നിൽക്കുന്നത്. തൊട്ടടുത്ത് ട്രേഡിംഗ് ഉണ്ട്, ട്രെൻഡിങ് ഉണ്ട്, ട്രേഡ് ഉണ്ട്, റിവാർഡ് ഉണ്ട്, ഡിസ്കവർ 5ാമത്തെ ഓപ്ഷൻ. ഏറ്റവും താഴെയുള്ള 5ാമത്തെ ഓപ്ഷൻ ഞാൻ ഡിസ്കവറിൽ ടച്ച് ചെയ്തു. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് സെർച്ച് ബാർ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് എന്നുള്ളൊരു വാക്ക് വരുന്നുണ്ട്. അവിടെ ടച്ച് ചെയ്തു. അപ്പോൾ അഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സോടെ വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെ കീപാഡിൻ്റെ താഴെ വലത്തെ അറ്റത്ത് ഒരു സെർച്ച് എഞ്ചിൻ കാണാം. ചില ഫോണുകളത് ഇതുപോലൊരു ലെൻസ് പോലത്തെ ചിഹ്നമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുറകോട്ട് തിരിഞ്ഞൊരു ആരോ ആവാം. എന്താണോ നിങ്ങളുടെ ഫോണിൽ കാണുന്ന മുന്നോട്ട് പോകാനുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. പലപ്പോഴും Web3 കുറച്ച് സമയം ഡിലേ ആവുന്നതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും വലത്തെ അറ്റത്ത് താഴെ കാണുന്ന BSNL പോലുള്ള എംബ്ലം ഒന്ന് റിഫ്രഷ് ചെയ്യണം. അതിൽ ടച്ച് ചെയ്യാം. മുകളിൽ റിഫ്രഷായി കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. ഓക്കെ, പേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടെ കണക്റ്റ് വാലറ്റ് എന്നൊരു വാക്ക് കാണുന്നത് താഴെ അവിടെ ടച്ച് ചെയ്യുക. ഇനി ഏത് ഡീസൻട്രലൈസ്ഡ് വാലറ്റാണോ കണക്ട് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്തു. ഇവിടെ എത്തേറിയാണ് ബ്ലോക്ക് ചെയിൻ കാണിക്കുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ കണക്റ്റ് കൊടുക്കുക. ഈ പേജ് കുറച്ച് മുകളിലോട്ട് വരുത്തുമ്പോൾ ഇവിടെ കാണാം സ്വിച്ച് ടു BSC. അപ്പോൾ ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഏറ്റവും മുകളിൽ വലത്തെ അറ്റത്ത് 3 കുത്തുകളുണ്ട്, ഡോട്ട്സ്, അത് ടച്ച് ചെയ്യുക. അപ്പോൾ അവിടെ നെറ്റ്വർക്ക് എത്തേറിയമാണ്. ഒന്നുകിൽ ഇവിടെ ടച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഈ പേജ് ഉയർത്തിയിട്ടുള്ള ആ റെഡ് കളർ ഇവിടെ കാണാൻ പറ്റും. റോങ് നെറ്റ്വർക്ക് എന്ന റൈറ്റ് സൈഡിൽ സ്വിച്ച് ടു BSC. BNBന് ബ്ലോക്ക് ചെയിനിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അവിടെ ടച്ച് ചെയ്തു. ഓട്ടോമാറ്റിക് ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഡിഫാൾട്ട് 1 BNB വാങ്ങണോ എന്നാണ് ചോദിക്കുന്നത്. അതിന് താഴെ 0.2 BNB, 0.4 BNB, 1 BNB, അങ്ങനെ 10 BNB വരെ. ഓക്കെ, ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിസിബിളാണ്. ഇപ്പോഴത്തേന് കറണ്ട് പ്രൈസ് എത്രയാണ്? 0.0028 BNB, അഥവാ ഏകദേശം $1.60 അത്രയും വരെയുണ്ട്. 5 കോടി ടോക്കണാണ് മാർക്കറ്റ് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ സപ്ലൈ ഉള്ളത്. അതിൽ 1,25,000 കോയിനാണ് ഇതുവരെ സെയിലായത്. അപ്പം ഞാൻ 0.2 BNB സെലക്ട് ചെയ്തു. ഇനി താഴെ 74.49 CMEX ടോക്കൺ കിട്ടുമെന്ന് കാണുന്നതിന് താഴെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിക്കേണ്ടതിന് ടച്ച് ചെയ്തു. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അപ്പോൾ പർച്ചേസിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, കൺഫർമേഷൻ വേണോ, എഗ്രി ചെയ്യണോ? ഓക്കെ, എഗ്രി ചെയ്യാൻ കൺഫേം കൊടുത്തു. ഇവിടെ അപ്രൂവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആയിട്ടാണ്, അതായത് ഇന്ന് വരെ ഒരു ക്രിപ്റ്റോ സെയിലും സ്മാർട്ട് കോൺട്രാക്റ്റ് ആയിട്ട് വന്നില്ല. ഇവിടെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അപ്രൂവ് ചെയ്യുന്നു. നമ്മൾ എങ്ങനെയാണോ പാസ്വേഡ് കൊടുക്കുന്നത്, ഫിംഗറോ നമ്പറോ എന്താണോ അതുപോലെ കൊടുക്കുക. എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പർച്ചേസ് കംപ്ലീറ്റ്. ഇവിടെ താഴെ കാണാം ബ്ലൂ കളറിൽ. ഓക്കെ, ഇനി അടുത്തത് ഈ പേജിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ ഡാഷ്ബോർഡ് കാണാൻ പറ്റില്ല. പകരം ഏറ്റവും മുകൾ ഭാഗത്ത് പുറകോട്ട് പോകാനുള്ള ഒരു ആരോ ഉണ്ട്, അവിടെ ടച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ അതിൻ്റെ ഹോം പേജിലേക്ക് വന്നു. എങ്ങനെ ഒരിക്കൽ കൂടി നമ്മൾ ഡിസ്കവർ എടുക്കുക. ഇനി ഏറ്റവും മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ചതുരം, ഒരു കോളത്തിനകത്ത് ഒന്നെന്ന് കാണാം, അവിടെ ടച്ച് ചെയ്യുക.
അപ്പോൾ ഇവിടെ ഒരു ചെറിയ കോളം വന്നിട്ടുണ്ട്. അതിൻ്റെ വലത്തേ അറ്റത്ത് നമ്മൾ ടച്ച് ചെയ്ത് അത് ക്ലോസ് ചെയ്യുക. അഗൈൻ നമ്മൾ കോപ്പി ചെയ്ത് നേരത്തെ അഡ്രസ്സ് ഒരിക്കൽ കൂടെ സെർച്ച് ബാറിൽ ടച്ച് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. അഗൈൻ വീണ്ടും സെർച്ച് ബാർ താഴെ കീപാഡിൻ്റെ തലത്തേ അറ്റത്തുള്ള കീപാഡിൽ ടച്ച് ചെയ്യുക. കുറച്ച് ലെങ്തി ആണെങ്കിൽ ഒരിക്കൽ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ റിഫ്രഷ് കൊടുക്കുക. അഗെയിൻ കണക്റ്റ് വാലറ്റ് കൊടുക്കുക, ട്രസ്റ്റ് വാലറ്റ് ടച്ച് ചെയ്യുക. സ്വിച്ച് ടു BSC ബ്ലോക്ക് ചെയിൻ മാറ്റി കൊടുത്തു. ഇവിടെ നമുക്ക് കാണാം ഓപ്പൺ ഡാഷ്ബോർഡ്, അവിടെ ടച്ച് ചെയ്യുക. ഒരിക്കൽ കൂടെ ആക്സസ് ടു ഡാഷ്ബോർഡ് കണക്റ്റ് വാലറ്റ് ചോദിച്ചു, അത് കൊടുക്കുക. അഗെയിൻ ട്രസ്റ്റ് വാലറ്റ് ടച്ച് ചെയ്യുക, ബ്ലോക്ക് ചെയിൻ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ പേഴ്സണൽ വാലറ്റിൻ്റെ ഡാഷ്ബോർഡ് ആയിട്ടുണ്ട്. ഇവിടെ ഇടത് ഭാഗത്തുള്ള 3 വരെ ടച്ച് ചെയ്താൽ പ്രോട്ടോക്കോൾ ഓവർവ്യൂ കാണുന്നുണ്ട്. ഇതിന് തൊട്ട് താഴെ വാലറ്റ് ഡാഷ്ബോർഡ്, ഇതാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ പർച്ചേസിന് 74.49 കിട്ടുമെന്ന് കണ്ടു. ഇനി അവിടെ താഴേക്ക് വരുമ്പോൾ റിവാർഡ്, പ്രോട്ടോക്കോൾ ലെവൽ, CMX ക്ലെയിം, അതിന് താഴെ നെറ്റ്വർക്ക് ആക്ടിവേഷൻ. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഫറൽ ഇവിടുന്ന് എടുക്കാവുന്നതാണ്. ഇവിടെ കാണാം പ്രോട്ടോക്കോൾ ആക്സസ് ലിങ്ക്, അത് കോപ്പി ചെയ്യുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാട്സപ്പിൽ പേസ്റ്റ് ചെയ്ത് അയക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ CMX ടോക്കണിൻ്റെ പർച്ചേസിൽ പങ്കെടുക്കേണ്ടത്. എല്ലാ വാലറ്റുകളിലും ഒരേ പാറ്റേൺ ആണ്. ടോക്കൺ പോക്കറ്റ് ആണെങ്കിലും ഇതേ രീതി തന്നെയാണ്. ടോക്കൺ പോക്കറ്റിൽ ടച്ച് ചെയ്യുന്നു. BNB ആണ് കൊണ്ടുവരേണ്ടത്. BNB ടച്ച് ചെയ്തതിൻ്റെ റിസീവ് അഡ്രസ്സ് എടുക്കാം. താഴെ കാണാം റിസീവ് എടുത്തു. ഇവിടെ കാണുന്ന അഡ്രസ്സ് കോപ്പി ചെയ്തു. 467782D മെറ്റമാസ്കിലേക്ക് വന്നു. BNB ടച്ച് ചെയ്ത് സെൻഡ് കൊടുത്തു. 0.2 കണ്ടിന്യൂ കൊടുത്തു. നമ്മൾ നേരത്തെ എടുത്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, 7782D. നെറ്റ് ഫീസ് നമുക്ക് വേണമെന്ന് കുറയ്ക്കാം. ലോ കൊടുത്തു, കൺഫേം കൊടുത്തു. പെൻഡിങ് ആണ് പ്രോസസ്സ്, കൺഫേം ആയി. തിരിച്ച് നമുക്ക് ടോക്കൺ പോയി വരാം. ബാക്ക് വന്നു. ഓക്കെ, BNB ഓൾറെഡി എത്തിക്കഴിഞ്ഞു. $129 ആയിട്ടുണ്ട്. മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ വാട്സപ്പിൽ ആ റെഫർ ലിങ്ക് കോപ്പി ചെയ്യുക. റെഫർ ലിങ്ക് കോപ്പി ചെയ്തു. ഏകദേശം നമ്മൾ ടോക്കൺ പോക്കറ്റിലേക്ക് വന്നു. ഏത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ആണെങ്കിലും അതിൽ ഡിസ്കവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോകേണ്ടത്, അല്ലെങ്കിൽ എക്സ്പ്ലോറർ. വെബ് 2 നമ്മൾ ഒരു വെബ്സൈറ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്ന പോലെയാണ് ഡിസ്കവറിലോ എക്സ്പ്ലോററിലോ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കവർ എടുത്തു. നേരത്തെ കണ്ടതുപോലെ മുകൾ ഭാഗത്ത് ആ സെർച്ച് ബാറിൽ നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്ത അഡ്രസ്സ് പേസ്റ്റ് ചെയ്തു. തൊട്ട് താഴെ ഗോ ടു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്യുക. എല്ലാം എഗ്രി ചെയ്തു എന്ന് ചോദിച്ചു. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു. മുമ്പ് കണ്ടതുപോലെ തന്നെ കണക്റ്റ് വാലറ്റ് വന്നു. ഓൾറെഡി ബ്ലോക്ക് ചെയിൻ നമുക്ക് ബിനാൻസിൻ്റെ ബ്ലോക്ക് ചെയിൻ തന്നെയാണ്, അതുകൊണ്ട് മാറ്റേണ്ടതില്ല. 0.2 BNB ടച്ച് ചെയ്തു. അപ്പോൾ 73.94. അപ്പോൾ നമ്മൾ ഇത്ര സമയം കൊണ്ട് തന്നെ കോയിൻ്റെ വില മാറി. ഇതുവരെ നമുക്ക് 74 പോയിൻറ്റ് സംതിങ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് 73 പോയിൻ്റ് ആയി. ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിച്ചു, പർച്ചേസ് കൊടുത്തു, എഗ്രി ആൻഡ് കൺഫേം ഇവിടെ ടച്ച് ചെയ്തു. ആ പ്രോസസ് സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കണ്ടു. ഇന്ന വാലറ്റിലേക്ക് ആ പർച്ചേസും എല്ലാ കാര്യങ്ങളും കാണിച്ചു. ഒരിക്കൽ കൂടെ നമ്മൾ കൺഫർമേഷൻ ചോദിച്ചു, കൺഫേം കൊടുക്കുക. നമ്മൾ നേരത്തെ കൊടുത്ത് പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുക. പാസ്വേഡ് കൊടുത്തു, കൺഫേം ചെയ്യുക. നേരത്തെ കണ്ട അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും. പർച്ചേസ് കംപ്ലീറ്റ് ആയി. നമുക്ക് നേരെ ഡാഷ്ബോർഡിലേക്ക് കണക്റ്റായി. ഇട സൈഡിലുള്ള 3 വരെ ടച്ച് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രോട്ടോക്കോൾ ഓവർവ്യൂ, വാലറ്റിൻ്റെ ഡാഷ്ബോർഡ് എല്ലാം കാണാം. പ്രോട്ടോക്കോൾ ലെവൽ എന്നത്
നമുക്കിതിനകത്ത് റാങ്കുകളാണ്. ലെവൽ 1 അച്ചീവ് ചെയ്യാനായിട്ട് 5 ഡയറക്റ്റ് റെഫറിലും മൊത്തം 10 പേരെ ടീമിലുണ്ടാവുകയും 10 BNBയുടെ ടീം ബിസിനസ് വോളിയം ഉണ്ടാവുകയും ചെയ്യണം. ലെവൽ 2 അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് 10 ഡയറക്റ്റ് റെഫറിലും 50 ആക്റ്റീവ് മെമ്പറും 20 BNBയുടെ വോളിയമാണ് വേണ്ടത്. ലെവൽ 3 അച്ചീവ് ചെയ്യാനായിട്ട് 20 ഡയറക്റ്റ് റെഫറിലും 250 ആക്റ്റീവ് ടീം മെമ്പേഴ്സും 100 BNBയുടെ വോളിയമാണ്. പ്രോട്ടോകോൾ 4 അച്ചീവ് ചെയ്യാനായിട്ട് 25 ഡയറക്റ്റ് റെഫറിലും 1000 ആക്റ്റീവ് മെമ്പറും 200 BNBയുടെ ബിസിനസ് വോളിയമാണ് വേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടുതൽ പഠിക്കാം. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ താഴേക്ക് പോകുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അതിൽ ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും താഴെ അക്കൗണ്ട് കാണാം, അവിടെ ടച്ച് ചെയ്തിട്ട് ഡിസ്കണക്റ്റ് കൊടുത്താൽ മറ്റൊരു അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മാറാവുന്നതാണ്. ഇനി നമ്മളിത് പ്രവൃത്തി മെറ്റമാസ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി മെറ്റമാസ്കിൽ എനിക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നിലവിലുള്ള എൻ്റെ അക്കൗണ്ടാണ് മെറ്റമാസ്കിൽ നമുക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ മുകളിൽ 1 or 2 നമ്മൾ എത്ര പേജ് ഓപ്പൺ ആക്കി വെച്ചത് അനുസരിച്ച് കാണിക്കും. ഇവിടെ ഒരു പേജേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടൊരു വെള്ള ബോക്സിനകത്ത് ഒരു ഓറഞ്ച് കളർ കാണാം, അല്ലെങ്കിൽ റെഡ് കളർ പോലെ. അത് ടച്ച് ചെയ്യാം. ഇവിടെ തൊട്ട് താഴെ കാണാം BNB ബ്ലോക്ക്ചെയിനാണ്. അതിന് താഴെ ഡിസ്കണക്റ്റ് ഓൾ കാണാം. ഡിസ്കണക്റ്റ് ഓളിൽ ടച്ച് ചെയ്യുക, ഡിസ്കണക്റ്റ് കൊടുക്കുക. അപ്പോൾ നിലവിൽ കണക്റ്റ് ആയിരുന്നത് ഓൾറെഡി ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഏത് ഇതിലേക്കാണോ ഞാൻ കണക്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് പുറകോട്ട് വരുന്നു. ഇപ്പോൾ അക്കൗണ്ട് 1 ഒന്നാമത്തെ അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാം അക്കൗണ്ട് 1 2 BNB എന്നൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് 1 സെലക്ട് ചെയ്തു. ഇവിടെ എനിക്ക് BNB വളരെ കുറച്ചേ ഉള്ളൂ, $2 ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടേക്ക് കുറച്ച് BNB ആദ്യം കൊണ്ടുവരണം. 0.2 റൈറ്റ് സൈഡിൽ മോർ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക, റിസീവ് എടുക്കുക, ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഇവിടെ കാണാം OX 95 കൂട്ടി ലാസ്റ്റ് T5E6C ഇത് കോപ്പി ചെയ്തു. പുറകോട്ട് പോയി വേറെ BNB ഹോൾഡ് ചെയ്യുന്ന വാലറ്റ് എടുത്തു, BNB ടച്ച് ചെയ്തു, പേജ് വരുത്തി സെൻഡ് കൊടുത്തു. എത്ര അയക്കണം? 0.21. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു. അക്കൗണ്ട് 1 സെലക്ട് ചെയ്തു. BNB ആണ്, 0.21 BNB അയക്കണം. ഫ്രം വാലറ്റ് 1 BNBയിൽ നിന്ന് അയക്കുന്നു. ഏത് വാലറ്റിലേക്കാണ് അയക്കുന്നത് എന്ന് അയച്ചു. ഓക്കെ, നെറ്റ്വർക്ക് BNB ആണെന്ന് സെലക്ട് ചെയ്തു. കൺഫേം കൊടുക്കുക. അയച്ചുകൊണ്ടിരിക്കുകയാണ്, പെൻഡിങ് എന്ന് കാണിക്കുന്നു. ഒരു മിനിറ്റ് കൊണ്ട് കൺഫേം എന്ന് കാണിക്കും. ഓക്കെ, കൺഫേം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ഇവിടെ തൊട്ട് മുമ്പിലത്തെ വാലറ്റിലേക്ക് വരാം. അക്കൗണ്ട് 1 എടുത്തു, ഇവിടെ എത്തിയിട്ടില്ല. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, വന്നു. $139 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ രണ്ടാമത്തെ കാണിക്കും. ശ്രദ്ധിക്കുക, ഹോം രണ്ടാമത്തെ എക്സ്പ്ലോർ, പിന്നെ ട്രേഡ്, ആക്ടിവിറ്റി, റിവാർഡാണ്. അതിൽ രണ്ടാമത്തെ എക്സ്പ്ലോർ എടുത്തു. അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ ഡിസ്റ്റൻസ് വാലറ്റിനും വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇനി നമ്മൾ നേരത്തെ ആ ഒരു ലിങ്ക് ഇവിടെ നിന്ന് ഒരിക്കൽ കൂടെ കോപ്പി ചെയ്തു. ഇവിടെ സെർച്ച് എഞ്ചിനിൽ അത് നമ്മൾ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ 2 വന്നിട്ടുണ്ട്. രണ്ടാമത്തത് നമ്മൾ നേരെ ബ്രൗസറിലേക്ക് പോകും, അതായത് നമ്മൾ ഗൂഗിളിലേക്ക് പോകും. പകരം ഒന്നാമത്തേലാണ് സെർച്ച് ചെയ്യേണ്ടത്. മുകളിൽ 2 ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ മുകളിലെ ലിങ്കിൽ ടച്ച് ചെയ്യുക. ഒരിക്കൽ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം ഏതാണ് വാലറ്റ് കിടക്കുന്നത്. റൈറ്റ് സൈഡിൽ ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BNB ആണ്. അതൊരിക്കൽ കൂടെ ഡിസ്കണക്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കണക്റ്റ് വാലറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മെറ്റാമാസ്ക് ആണ്. അപ്പോൾ ഇതിൽ ഒന്നാമത് ചെന്നായുടെ ചിഹ്നം കാണുന്നത് അവിടെ ടച്ച് ചെയ്യുക. നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് ആ വാലറ്റാണ് ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി താഴെ അക്കൗണ്ട് 1 ഇവിടെ കാണിച്ചു. അക്കൗണ്ട് 1 ആണ്, $139 ഉണ്ടെന്ന് കാണിച്ചു. താഴെ ഏറ്റവും താഴെ കണക്റ്റ് അവിടെ ടച്ച് ചെയ്തു. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കൂ, നേരത്തെ ഒരു വെള്ള ബോക്സിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലുണ്ടായിരുന്നത് ആ ഓറഞ്ച് അതായിരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ മാറി നമുക്ക് ഒരു ഇളം മഞ്ഞയിൽ പച്ച വരുന്ന ഒരു സിമ്പിൾ, അതാണ് നമ്മുടെ പുതിയ അക്കൗണ്ട്. ബ്ലോക്ക് ചെയിൻ നമ്മൾ ഒന്നുകൂടെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ അത് റിഫ്രഷായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0.2 BNB സെലക്ട് ചെയ്തു. അതിന് 77.98 കിട്ടുമെന്ന് കാണിച്ചു. എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിച്ചു. പർച്ചേസ് കൊടുക്കാൻ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നു. ഒരിക്കൽ കൂടെ എഗ്രി ആൻഡ് കൺഫേം പറയുന്നു. കൺഫേം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അക്കൗണ്ട് 1 വാലറ്റിൽ BNBക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺഫേം കൊടുത്തു. അപ്പോൾ ഓരോ ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ടോക്കൺ പോക്കറ്റ് ആണെങ്കിലും മെറ്റാമാസ്ക് ആണെങ്കിലും ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിലും അതല്ല ബിഗ്ഗറ്റ് പല വാലറ്റുകളും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആക്സസ് ഡാഷ്ബോർഡിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു. കണക്ട് വാലറ്റ് കൊടുത്തു. അഗൈൻ ഒരിക്കൽ കൂടെ മെറ്റാമാസ്ക് കണക്ട് ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കണക്ട് പറഞ്ഞു. സ്വിച്ച് ടു BSC കൊടുത്തു. ഇപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ കാണിച്ച ഇൻ്റർഫേസ് കൂടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.